ഉം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണ്? ശരിക്കും അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. അതെ, അതിന് പിന്നിലെ നിങ്ങളുടെ ഉദ്ദേശം, അതായത് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ഇന്റൻഷൻ വളരെ ശുദ്ധമായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകും, അല്ലേ? തീർച്ചയായും. മിക്കവാറും ആളുകൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അതെ, കാരണം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതെന്തും നല്ലതാണ് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവായ ധാരണ. ഉം, എന്നാൽ ആ നല്ല ഉദ്ദേശങ്ങൾക്ക് യഥാർത്ഥത്തിൽ യാതൊരു വിലയുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? വെൽക്കം ടു ദ ഡീപ് ഡൈവ്. അതെ, ഇന്ന് നമ്മൾ നിങ്ങളുടെ ആ പഴയ ചിന്താഗതികളെ പൂർണ്ണമായും പൊളിച്ചെടുത്താൻ പോവുകയാണ്. കറക്റ്റ്. നമ്മളിന്ന് ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളിലൂടെയും ചിന്തകളിലൂടെയുമുള്ള വളരെ രസകരമായ ഒരു വിശദമായ അന്വേഷണം. വെറുമൊരു ധാർമ്മിക കടമയായിട്ടല്ല, മറിച്ച് നമ്മെ തന്നെ അടിമുടി മാറ്റുന്ന കർമ്മങ്ങളുടെ ഒരു രസതന്ത്രമായി കാണുന്നതിനെക്കുറിച്ച്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, നന്മയെ കേവലം ഒരു ചിന്തയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മാനസിക വ്യാപാരത്തിൽ നിന്നോ തികച്ചും പ്രായോഗികമായ ഒന്നിലേക്ക് ഈ ആശയം മാറ്റുന്നു എന്നതാണ്. അതെ, നമ്മൾ എപ്പോഴും സദുദ്ദേശങ്ങളെക്കുറിച്ച് വാചാലരാകാറുണ്ട്. ഇപ്പോ എനിക്ക് നല്ല ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ ന്യായീകരിക്കാറുണ്ടല്ലേ? ശരിയാണ്, നമ്മളെപ്പോഴും അങ്ങനെ പറയാറുണ്ട്. എന്നാൽ അതൊരു വലിയ കെണിയാണ്. ഈ വിവരങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നത് ഉദ്ദേശങ്ങൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ, അതായത് നമ്മൾ ചെയ്യുന്ന ആക്ഷനിലൂടെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു രാസമാറ്റമുണ്ട് എന്നാണ്. ഓഹോ, ഒരുതരം രാസമാറ്റം. അതെ, ഒരുതരം ആത്മീയമായ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലും ആത്മാവിലും ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ആ മാറ്റത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. തീർച്ചയായും. ഈ അന്വേഷണത്തിന്റെ അവസാനം നിങ്ങൾ നന്മയെ നോക്കിക്കാണുന്ന രീതി തന്നെ പൂർണ്ണമായും മാറുമെന്നെനിക്ക് ഉറപ്പുണ്ട്. ശരി, അപ്പം നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഇതിലേക്ക് കടക്കാൻ വളരെ രസകരമായൊരു ചരിത്ര സംഭവം ഞാൻ ആദ്യം പങ്കുവയ്ക്കാം. തീർച്ചയായും. നമ്മുടെ സ്രോതസ്സുകളിൽ മൂസാ നബിയുടെ, അതായത് മോസസിന്റെ ഒരു കഥ കാണാം. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് വലിയ പ്രതിസന്ധികൾ നേരിട്ട് പലായനം ചെയ്തു പോകുന്ന ഒരു സമയമുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയായിരുന്നുവല്ലോ അത്. അതെ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി ഭയന്ന് മാനസികമായും ശാരീരികമായും പൂർണ്ണമായും തളർന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹമുള്ളത്. ആ സമയത്ത് അദ്ദേഹം ഒരു കിണറ്റിൻകരയിലെത്തുന്നു. അവിടെ കുറച്ച് സ്ത്രീകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നത് അദ്ദേഹം കാണുന്നു. സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും ശാരീരികമായി തളർന്നിട്ടും അദ്ദേഹം ചെന്ന് ആ സ്ത്രീകളെ സഹായിക്കുകയാണ്. അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നു. അവിടെയാണ് ശരിക്കും ഈ കഥയുടെ ഒരു കാതലിരിക്കുന്നത്. അതെ, പക്ഷേ എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ തളർന്നു വീഴാറായ അവസ്ഥയിലാണ്. എന്നിട്ടും അദ്ദേഹം എന്തിനാണ് പോയി അവരെ സഹായിക്കുന്നത്? അവിടെയാണ് മനുഷ്യ മനസ്സിന്റെ ഒരു സവിശേഷത നാം കാണുന്നത്. കടുത്ത പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം ആ സഹായം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു നിമിഷം, എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ സാധാരണയായി ഇപ്പോൾ ഒരുപാട് സമയം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കുറേ ദൂരം ഓടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ റിലീസാവുമല്ലോ. അതെ അതെ, നമുക്കൊരു പ്രത്യേക ഉന്മേഷം, അതായത് ഒരു റണ്ണേഴ്സ് ഹൈ കിട്ടാറുമില്ലേ? അതുപോലെയാണോ ഇവിടെ സംഭവിച്ചത്? ആ സ്ത്രീകൾക്കൊരു വലിയ സഹായം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മാനസികമായൊരു ശാന്തി ലഭിച്ചിട്ടുണ്ടാകുമോ? കറക്റ്റ്, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഓഹോ, എന്നിട്ട് അതിനുശേഷം അദ്ദേഹം മരത്തണലിലേക്ക് മാറി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനൊരു ദരിദ്രനാണ്, എനിക്ക് ഏതെങ്കിലും നന്മ നൽകണമെന്ന്. അപ്പോൾ അദ്ദേഹം ആ സ്ത്രീകൾക്ക് സഹായം ചെയ്തത് അവർക്ക് സഹായം ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് തനിക്ക് കിട്ടുന്ന ആ ഒരു മാനസിക സുഖത്തിനു വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗിനു വേണ്ടി മാത്രമായിരുന്നോ? നന്മ ചെയ്യുന്നത് ഇത്രത്തോളം സ്വാർത്ഥമായൊരു കാര്യമാണോ? അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാരഡോക്സ്. ഒറ്റനോട്ടത്തിൽ അതൊരു വലിയ സ്വാർത്ഥതയായി തോന്നാം. അതെ, കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുക. എന്നാൽ ആ സ്വാർത്ഥതയുടെ പിന്നിലെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കടുത്ത വിശപ്പിലും ദാഹത്തിലുമാണ്. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഭക്ഷണത്തിനോ വെള്ളത്തിനോ വേണ്ടിയല്ല. പിന്നെ എന്തിനാണ്? ഒരു റണ്ണേഴ്സ് ഹൈ പോലെ തന്നെ മറ്റൊരാളെ നിസ്വാർത്ഥമായി സഹായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലും മനസ്സിലും ഉണ്ടാകുന്ന ഒരുതരം ആത്മീയമായ ഉണർവാണത്. അതൊരു അഗാധമായ ഹീലിംഗ് അഥവാ രോഗശാന്തിയാണ്. വൗ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ആ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന്റെ സ്വന്തം ആന്തരിക മുറിവുകളാണ് ഉണങ്ങിയത്.
ആ ശാന്തി അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും ആ ശാന്തി നൽകണേന്നാണോ അദ്ദേഹം പ്രാർത്ഥിച്ചത്? കൃത്യമായി പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം എനിക്ക് വീണ്ടും ഈ സമാധാനം കിട്ടാൻ കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണമേ എന്നാണ്. അതായത് കൂടുതൽ ആളുകളെ സഹായിക്കാനുള്ള അവസരം അല്ലേ? അതെ, ഇത് കേവലം ഒരു വികാരം തേടിയുള്ള ഓട്ടമല്ല, മറിച്ച് ആത്മാവിന്റെ ഏറ്റവും വലിയ ആവശ്യമായി നന്മ മാറുന്ന ഒരവസ്ഥയാണ്. ഈജിപ്തിൽ വെച്ചും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ പ്രവൃത്തിയിലൂടെ നേരിട്ട് ആ മധുരം അനുഭവിച്ചതുകൊണ്ടാണ് അത് ആവർത്തിക്കാൻ അദ്ദേഹം കൊതിക്കുന്നത്. അതൊരു വലിയ തിരിച്ചറിവാണ്. അപ്പോൾ ചിന്തകളോ പ്രാർത്ഥനകളോ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയാണ് മാറ്റം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മതഗ്രന്ഥങ്ങളെയും ആത്മീയ വായനകളെയുമൊക്കെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇതൊരു പുതിയ ചിന്ത നൽകുന്നുണ്ട്. ഈ വിവരങ്ങളിൽ പറയുന്ന വളരെ ശക്തമായൊരു വാക്യമുണ്ട്. എന്താണത്? അതായത്, ഖുറാനിന് മാത്രം നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല എന്ന്. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത്ഭുതം തോന്നുന്നൊരു പ്രസ്താവനയാണ്. അതെ, പക്ഷേ ഇതിനൊരു നല്ല ഉപമ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് നോക്കിയിരിക്കുന്നത് പോലെയാണിത്. മാപ്പ് നമുക്ക് ലക്ഷ്യസ്ഥാനം കാണിച്ചു തരും, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായി നാവിഗേഷൻ തരും. പക്ഷേ വണ്ടി ഓടിച്ചില്ലെങ്കിൽ എങ്ങുമെത്തില്ല, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുർച്ചിയിലേക്കുള്ള വഴി മുഴുവൻ കാണാൻ സാധിക്കും. ആ വഴി നിങ്ങൾക്ക് മനഃപാഠമാക്കാം, അത് മറ്റുള്ളവർക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്തു കൊടുക്കാം. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ആക്സിലറേറ്ററിൽ കാൽ വെക്കാത്തിടത്തോളം കാലം നിങ്ങൾ 1 ഇഞ്ച് പോലും മുന്നോട്ടു പോകുന്നില്ല. ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ ആരും തന്നെ ഒരിടത്ത് വെറുതെ ഇരുന്ന് ഗ്രന്ഥങ്ങൾ വായിക്കുകയോ ആ വഴികൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയോ മാത്രം ചെയ്തവരല്ല. അതെ, അവരെപ്പോഴും കർമ്മനിരതരായിരുന്നു. ശരിയാണ്, അവർ വണ്ടി ഓടിക്കുന്നവരായിരുന്നു. ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ് കേട്ടോ. കാരണം ആത്മീയത എന്നത് വെറുതെ ചില കാര്യങ്ങൾ വായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതോ ആണെന്നാണല്ലോ നമ്മളിൽ പലരും വിചാരിക്കുന്നത്. അതെ, ആ ഒരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. ഇപ്പോ രാവിലെ എഴുന്നേറ്റ് വാട്സാപ്പിൽ 10-20 പേർക്ക് ആത്മീയ സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്താൽ വലിയൊരു പുണ്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. ശരിക്കും. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിലൊരു ഉദാഹരണമുണ്ട്. സ്വന്തം കുടുംബത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതവും ആഗ്രഹങ്ങളും ത്യജിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒരുപക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ അതൊരു അതിമനോഹരമായ കാഴ്ചപ്പാടാണ്. നമ്മൾ പലപ്പോഴും ആത്മീയതയെ പ്രായോഗിക ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താറില്ലേ? അതെ, എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ആ അമ്മമാർക്കും സഹോദരിമാർക്കും സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ജീവിതം തന്നെ നിരന്തരമായ പ്രവൃത്തിയാണ്. അതായത് അവരുടെ ആക്ഷൻ. അതെ, അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കുന്നു, പരിചരിക്കുന്നു, സ്വന്തം ഉറക്കവും വിശ്രമവും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. അവർ ഗ്രന്ഥങ്ങളിലെ നന്മയെ കേവലം സിദ്ധാന്തങ്ങളായി കാണുന്നവരല്ല, മറിച്ച് അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമായി കർമ്മത്തിലൂടെ കാണിച്ചു തരുന്നവരാണ്. വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യുന്നതിന് പകരം അവർ ശരിക്കും ആ ജീവിതം ജീവിക്കുകയാണ്, അല്ലേ? അതെ, നാവിഗേഷൻ നോക്കി ജീവിതമെന്ന വണ്ടി ഓടിക്കുന്നത് അവരാണ്. ആക്ഷൻ അഥവാ കർമ്മം അവിടെ പൂർണ്ണമാകുകയാണ്. ശരി, പ്രവൃത്തിയാണ് പ്രധാനം, വെറുതെ വായിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് നമ്മൾ സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രായോഗിക പ്രശ്നമുണ്ട്. എന്താണത്? നമ്മളെന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? സൂറ അശ്ശാർഹ് എന്ന അധ്യായത്തിലെ ഒരു ആശയത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ഭാരങ്ങൾ, അതായത് അവരുടെ ബേർഡൻസ് ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്ന്. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. എന്നാൽ എനിക്കിതൊന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ എനിക്ക് തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായും മാനസികമായും ഒരുപാട് ഭാരങ്ങളുണ്ട്. ഞാൻ പോയി മറ്റുള്ളവരുടെ ഭാരം കൂടി എന്റെ തലയിൽ വെച്ചാൽ അതിനെ പൂർണ്ണമായും തകർക്കില്ലേ? പലർക്കും തോന്നാവുന്നൊരു സംശയമാണിത്. ഇതിനെ മനഃശാസ്ത്രത്തിലെ കമ്പാഷൻ ഫാറ്റീഗ് അല്ലെങ്കിൽ ബേൺഔട്ട് എന്നൊക്കെ വിളിക്കാറില്ലേ? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് നമ്മൾ തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നൊരവസ്ഥ. അതെ അതെ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഗുണകരമാവുന്നത്? അതല്ലേ മൂസാ നബിക്ക് ലഭിച്ച ആശ്വാസം? ഇത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്.
അവിടെയാണ് നമ്മൾ ഭാരം ചുമക്കുക എന്നതും ഭാരം ഇറക്കി വെക്കാൻ സഹായിക്കുക എന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഓഹോ, അതെങ്ങനെയാണ്? ഈ ആശയങ്ങൾ നമ്മളോട് മറ്റുള്ളവരുടെ ഭാരം നമ്മുടെ തലയിലേക്ക് മാറ്റിവെക്കാനല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് അവരുടെ ഭാരം കുറയ്ക്കാൻ ഒരു ചെറിയ കൈത്താങ്ങ് നൽകാനാണ്. മനസ്സിലായി. നിങ്ങൾ ചോദിച്ച ആ ബേൺഔട്ട് സംഭവിക്കുന്നത് നമ്മൾ ആ പ്രശ്നങ്ങളെ വൈകാരികമായി നമ്മുടെ സ്വന്തം ഭാരമായി ഏറ്റെടുക്കുമ്പോഴാണ്. എന്നാൽ ആത്മീയമായ നന്മ അതല്ല. അപ്പോൾ എന്താണ് ആത്മീയമായ നന്മ? നാം മറ്റൊരാളുടെ ഭാരം ഇറക്കിവെക്കാൻ നിസ്വാർത്ഥമായി സഹായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലും ആത്മാവിലും സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ ഹീലിംഗ് ആണ്. നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പ്രാർത്ഥനയ്ക്ക് സമാനമായ ഒരു അനുഭവം നമുക്ക് നൽകണം. ഒരു പ്രാർത്ഥന പോലെ? അതെ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ സമാധാനം, ഒരു ആത്മീയ മധുരം നമുക്ക് ലഭിക്കാറില്ലേ? അതേ മധുരം നാം മറ്റൊരാളെ സഹായിക്കുമ്പോഴും ലഭിക്കേണ്ടതുണ്ട്. ആത്മീയ മധുരം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൗതുകം നൽകുന്നു കേട്ടോ. കാരണം പലപ്പോഴും നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ മധുരമൊന്നും കിട്ടാറില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അറിയില്ല. ഇപ്പോ ഒരു ചടങ്ങ് പോലെ എന്തൊക്കെയോ ചെയ്തു തീർക്കണു എന്നു മാത്രം. പലപ്പോഴും നിർബന്ധിതരായിട്ടാവും ചെയ്യുന്നത്. അതെ, അവിടെയാണ് പ്രശ്നം. ആ മധുരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നന്മകൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്താനാണ്. അതായത് നമ്മുടെ ഉദ്ദേശം വീണ്ടും പരിശോധിക്കണോ അല്ലേ? കൃത്യമായി. പലപ്പോഴും നമ്മൾ നന്മ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ ആയിരിക്കും. അവിടെ ഈ ആത്മീയ മധുരം നഷ്ടപ്പെടുന്നു. ശരിയാണ്. യഥാർത്ഥ നന്മ നമ്മളിലൊരു ആന്തരികമായ മാറ്റം കൊണ്ടുവരും. മറ്റൊരാളുടെ കണ്ണീര് തുടയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം മുറിവുകൾ കൂടിയാണ് ഉണങ്ങുന്നത്. അതൊരു പ്രകൃതി നിയമമാണ്. അതൊരു മനോഹരമായ ചിന്തയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരാളുടെ ഭാരം കുറയുമ്പോൾ ആ ചുറ്റുപാടിലെ സമ്മർദ്ദം കുറയുകയും അത് പരോക്ഷമായി നിങ്ങളുടെ സ്വന്തം മാനസിക ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. ശരി. അപ്പോൾ ശരിക്കും ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? ഈ പറഞ്ഞതെല്ലാം നമ്മളെ വളരെ ആഴത്തിലുള്ള മറ്റൊരു ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. എന്താണത്? ഇപ്പോ നന്മ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ അതോ നമുക്ക് സ്വന്തമായി വേണ്ടിയാണോ എന്ന ചോദ്യത്തിലേക്ക്. സൂറ ഫുസിലാത്തിലെ ഒരു വാക്യം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ആരെങ്കിലും നീതിയും നന്മയും ചെയ്താൽ അതവരുടെ സ്വന്തം ഗുണത്തിനാണ്. ഇനി ആരെങ്കിലും തിന്മ ചെയ്താൽ അതവർക്ക് തന്നെ ദോഷമായി ഭവിക്കും. അതെ, വളരെ അർത്ഥവത്തായ വരികളാണത്. ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. കാരണം നമ്മളെപ്പോഴും സമാധാനവും ബാറക്കയും, അതായത് അനുഗ്രഹങ്ങളും തേടി ഒരുപാട് അലയുന്നവരാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ കണ്ടാൽ എനിക്ക് പുണ്യം കിട്ടും എന്ന് നമ്മൾ കരുതുന്നു. അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ മാറുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അനുഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണെന്നാണ് നമ്മുടെ ഒരു ധാരണ, അല്ലേ? അതിനൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ടോ? ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മൾ എപ്പോഴും ബാഹ്യമായ ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതെ, എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സമാധാനം എപ്പോഴും മറ്റൊരാളുടെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലുമോ കയ്യിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ വാക്യങ്ങൾ നൽകുന്ന സന്ദേശം നമ്മെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടേണ്ടതാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത്? കാരണം നന്മ ചെയ്യുക എന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം. നിങ്ങളുടെ ആത്മീയമായ സമാധാനത്തിനോ അനുഗ്രഹങ്ങൾക്കോ വേണ്ടി നിങ്ങൾക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഓഹോ. ഒരു പ്രത്യേക സ്ഥലത്തോ സമയത്തോ വ്യക്തിയിലോ അല്ല നിങ്ങളുടെ സമാധാനം ഇരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒരു നന്മ ചെയ്യുക, ആ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടാകും. 100%. ആത്യന്തികമായി നിങ്ങൾ ചെയ്യുന്ന ആ നന്മ മറ്റാർക്കും ഉള്ളതല്ല. പിന്നെ ആർക്കാണ്? അത് പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ റോഡിൽ കിടക്കുന്ന ഒരു തടസ്സം മാറ്റിവെക്കുമ്പോഴോ ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടുന്ന ഒരു സഹപ്രവർത്തകനെ സഹായിക്കുമ്പോഴോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അവർക്ക് വലിയൊരു ഉപകാരം ചെയ്തു എന്നാണ്. അതെ, നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കാറ്. എന്നാൽ സത്യത്തിൽ അവിടെ നിങ്ങൾ മറ്റാരോടും കടപ്പെട്ടിരിക്കുന്നില്ല. നന്മയിലൂടെ നിങ്ങൾ സ്വന്തം ആത്മാവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. വാവ്, അതൊരു വലിയ ചിന്തയാണ്. അതെ, ബാഹ്യമായ യാതൊന്നിന്റെയും ആവശ്യമില്ലാത്ത തികച്ചും സ്വതന്ത്രമായ ഒരു ആത്മീയ അവസ്ഥ. സ്വന്തം കർമ്മങ്ങളിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു സ്വർഗം പണിയുകയാണ്. ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ആഴം ശരിക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഉദ്ദേശങ്ങൾ മാത്രം പോരാ, അതിൽ യാതൊരു കാര്യവുമില്ല. മറിച്ച് ആ പ്രവൃത്തി നമ്മളിലുണ്ടാക്കുന്ന മാറ്റമാണ് പ്രധാനം എന്ന വലിയ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയതല്ലേ? അതെ, തീർച്ചയായും. ആ ഒരു മാറ്റം വളരെ നിർണായകമാണ്.
മൂസാ നബിക്ക് ആ സ്ത്രീകൾക്ക് വെള്ളം കൊടുത്തപ്പോൾ ലഭിച്ച ആത്മീയമായ രോഗശാന്തിയും ആ സമാധാനത്തോടുള്ള ദാഹവും നമ്മൾ കണ്ടു. ആ ഹീലിംഗ് പ്രോസസ്. അതെ. പിന്നെ വെറുതെ ഗ്രന്ഥങ്ങൾ വായിച്ച് വാട്സാപ്പിൽ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് മാപ്പ് നോക്കിയിരിക്കുന്നതിന് പകരം സ്വന്തം ജീവിതത്തിൽ ആ നന്മകൾ പ്രാവർത്തികമാക്കുന്ന, കുടുംബത്തിനു വേണ്ടി ത്യജിക്കുന്ന അമ്മമാരുടെ കർമ്മനിരതമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അവര് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ വണ്ടി ഓടിക്കുന്നത്. അതെ. മറ്റുള്ളവരുടെ ഭാരം കുറയ്ക്കുമ്പോൾ ഉണ്ടാകേണ്ട ആത്മീയ മധുരമെന്താണെന്നും അത് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ തിരുത്തണമെന്നും നമ്മൾ മനസ്സിലാക്കി. ശരിയാണ്. അവിടെയാണ് നമ്മുടെ ഇന്റൻഷൻ മാറേണ്ടത്. ഒടുവിൽ യാതൊന്നിനെയും ആശ്രയിക്കാതെ, ബാഹ്യമായ ഒന്നിനുവേണ്ടിയും കാത്തുനിൽക്കാതെ, നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മുടെ തന്നെ ആത്മീയ ശാന്തിക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെന്ന വലിയൊരു തിരിച്ചറിവിൽ നമ്മൾ എത്തിനിൽക്കുന്നു. അതെ. ഈ വിവരങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് കേവലം ചിന്തിക്കാൻ മാത്രമല്ല, ഇറങ്ങി പ്രവർത്തിക്കാനാണ്. പ്രവൃത്തിയിലൂടെ മാത്രം ലഭിക്കുന്ന ആ ആത്മീയ ഉണർവിനെ തേടാനാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡീപ് ഡൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട്, അതായത് ഈ പരിപാടി കേൾക്കുന്ന നിങ്ങളോട് സ്വന്തമായി ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണത്? നന്മ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം നേട്ടത്തിനും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെങ്കിൽ, നിങ്ങളുടെ സ്വന്തം മാനസിക ഭാരം കുറയ്ക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരാളുടെ ഏത് ചെറിയ ഭാരമാണ് നിങ്ങൾക്ക് ഇറക്കിവെക്കാൻ സഹായിക്കാൻ കഴിയുക? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. അതെ, ഒന്നെല്ലാവരും ആലോചിച്ചു നോക്കൂ. അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ ഒരു ചെറിയ ജോലിഭാരം കുറയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നൊരു സുഹൃത്തിനെ വെറുതെ ഒന്ന് കേൾക്കുന്നതാകാം. ചെറിയ കാര്യങ്ങൾ മതിയാകും. അതെ, നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന ആ ചെറിയ സഹായമായിരിക്കാം നിങ്ങളുടെ തന്നെ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള, നിങ്ങളുടെ സമാധാനത്തിലേക്കുള്ള ഏറ്റവും വലിയ താക്കോൽ. ആ ചെറിയ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കിന്ന് കണ്ടെത്താൻ കഴിയട്ടെ. തീർച്ചയായും കണ്ടെത്താൻ കഴിയട്ടെ. ആ അന്വേഷണവുമായി നിങ്ങൾ മുന്നോട്ടു പോകുക. വീണ്ടും കാണാം.